വാക്കുകൾക്ക്, കൺഫെഷനുകൾക്ക്, ഡിക്ലറേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തുവാ വിശ്വസിച്ചിരിക്കുന്നത് അത് നമ്മൾ വായി തുറന്ന് പ്രസ്താവിക്കുക എന്നുള്ളത് തിരുവചനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു വസ്തുതയാകുന്നു. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിലാണ്. അവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. അവിടെ മുതൽ അവന്റെ ഡിക്ലറേഷൻസ്, അവന്റെ കൺഫെഷൻസ് ആരംഭിക്കുകയാണ്. കേരളം വിട്ട്, ഇന്ത്യ വിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലുള്ളവർ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ ഏത് സഭാ വിഭാഗക്കാരെന്നുള്ളതല്ല, വാട്ട് ഈസ് യുവർ കൺഫെഷൻ എന്നുള്ളതാണ്. നോർമലി വെസ്റ്റേൺസ് ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുവാ കൺഫസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തുവാ ഡിക്ലെയർ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ വിശ്വാസ സംഹിത, എന്താണ് നിങ്ങളുടെ വിശ്വാസ പ്രമാണം. ഇത് സ്വാഭാവികമായിട്ടും ലോകം അറിയാൻ ആഗ്രഹിക്കുന്ന, സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ഡിക്ലറേഷൻസ്, കൺഫെഷൻസ്, അതിന്റെ ശക്തി എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 27-ാം സങ്കീർത്തനം ദാവീദിന്റെ അതിമനോഹരമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ഇങ്ങനെയാണ്: യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ദാവീദിന്റെ അതിശക്തമായിരിക്കുന്ന ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിക്ലറേഷൻസിന് ഭയങ്കര ശക്തിയുണ്ട്. മിക്കവാറും നമ്മൾ അത് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇന്ന് ആകാശമണ്ഡലത്തിൽ നിൽക്കുന്ന പൈശാചിക ശക്തികളെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ട് കളയുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 12 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടികിട്ടും. ആ അപവാദി ഭൂമിയിലേക്ക് പതിയുമ്പോഴത്തേക്കും കണ്ടു നിന്നവരെല്ലാം ഉച്ചത്തിൽ പറയുന്ന ഒരു വാചകം വളരെ രസകരമാണ്. 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവർ അവനെ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷിവചനം ഹേതുവായും ജയിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾക്ക് ആ വേദഭാഗത്തിൽ കാണാനായിട്ട് കഴിയും. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷിവചനത്താലും ജയിച്ചിരിക്കുന്നു. ഒരുവന് ഈ ലോകത്തിൽ പൈശാചിക ശക്തികളെ ജയിക്കുവാനും ലോകത്തിലെ പ്രതികൂലങ്ങളെ ജയിക്കുവാനും ദൈവം കൊടുത്തിരിക്കുന്ന അതിശക്തമായ 2 ചിന്തകൾ, അല്ലെങ്കിൽ അതിശക്തമായ 2 ആയുധങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് യേശുക്രിസ്തുവിന്റെ രക്തമാണ്, രണ്ടാമത്തേത് അവൻ വായിൽ നിന്ന് പറയുന്ന, അവന്റെ നാവ് കൊണ്ട് പറയുന്ന അതിശക്തമായ ഡിക്ലറേഷൻസ്, കൺഫെഷൻസ്. അത് തീർച്ചയായിട്ടും ശത്രു കേന്ദ്രങ്ങളിൽ വലിയ ചലനങ്ങൾ ഉളവാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ നമ്മുടെ നാവ് ഉയർത്തി പറയുന്ന, നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗം അപ്രൂവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മറുഭാഗത്ത് പൈശാചിക ലോകം അതിനെ ക്യാച്ച് ചെയ്യും എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഞാൻ രോഗിയാണ് എന്ന് 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രോഗിയാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് ഒരുവൻ വാ തുറന്ന് ഒരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഒരു ആയുധമുണ്ട്. നമുക്ക് സകല പ്രതികൂലങ്ങളെയും സകല വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് കയറുവാൻ ദൈവം നമ്മുടെ നാവിൻ തുമ്പിൽ നൽകിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് കൺഫെഷനാണ്. ഏറ്റുപറയുക എന്നുള്ളതാണ്, വായ് തുറന്ന് പ്രസ്താവിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈശാചിക ശക്തികളെ ജയിക്കാനായിട്ട് കഴിയും. ഇന്നുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് പുറത്തു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ് കരയ്ക്ക് കയറുമ്പോഴത്തേക്കും സ്വർഗം തുറന്ന് പിതാവായ ദൈവം വളരെ ശക്തിയോടുകൂടെ കണ്ടു നിൽക്കുന്നവർക്ക് കാഴ്ചയ്ക്കും കേൾവിക്കും രസകരമാകുമാറ് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയും സ്വർഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ പുത്രനായ ക്രിസ്തുവിൽ അധിവസിക്കുന്നതുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ വാക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇത് ലൂക്കോസ് സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ 4-ാമത്തെ അധ്യായം
നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ യേശു 40 ദിവസങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഉപവാസത്തോടൊപ്പം ചേർന്ന് യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെടുകയാണ്. ഈ പരീക്ഷയുടെ ആദ്യഘട്ടത്തിൽ പിശാച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു വാചകമുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷയിൽ പിശാച് പറയുന്ന ആദ്യത്തെ വാചകം വളരെ രസകരമാണ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, എന്നിട്ട് നീ അതിനെ ഭക്ഷിക്കുക എന്നുള്ളതാണ് യേശുവിനോട് സാത്താൻ പറയുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്യം. കാര്യം കുറച്ചു മുമ്പ് 3-ാമത്തെ അധ്യായത്തിൽ സ്വർഗം തുറന്നു വെച്ച് പിതാവായ ദൈവം ലോകത്തോട് അഡ്രസ് ചെയ്ത ഒരു വാചകമാണ് പിശാച് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവൻ എന്റെ പ്രിയപുത്രൻ. സോ പിശാചിന് അതിനകത്തൊരു ഡൗട്ട് തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ, അതിനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പിശാച് മുന്നോട്ട് വരികയാണ്. നീ ദൈവപുത്രനാണെന്നുണ്ടെങ്കിൽ, കുറച്ചു മുമ്പല്ലേ നിന്റെ അപ്പൻ പറഞ്ഞത് നീ അവന്റെ പുത്രനാണെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്ക്, ഈ കല്ലുകളെ അപ്പമാക്കി തീർത്തുകൊണ്ട് നീ അങ്ങനൊന്ന് തെളിയിക്ക് എന്ന് പിശാച് യേശുവിനോട് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇവിടെയാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം കിടക്കുന്നത്. എന്താണ് ദൈവം നമ്മളോട് പറഞ്ഞത്, അത് അങ്ങനെയാണോ എന്ന് തെളിയിക്കാൻ പിശാചിന് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പിശാചിന്റെ കണ്ണാടിയിലൂടെ, അവൻ നമ്മുടെ മുഖത്ത് വെച്ച് തരുന്ന, നമ്മുടെ കണ്ണിലേക്ക് വെച്ച് തരുന്ന അവന്റെ കണ്ണാടിയിലൂടെയാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ദൈവം നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ആ കണ്ണടയിലൂടെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ദൈവപുത്രനാണോ അല്ലയോ എന്ന് പിശാചിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടുന്ന ആവശ്യകത യേശുവിനില്ല. പക്ഷേങ്കിൽ അടുത്ത 3.5 കൊല്ലം കൊണ്ട് യേശു അത് തെളിയിക്കുകയാണ്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് വഴി യേശു അത് തെളിയിക്കുകയാണ്. ഓരോ ദിവസവും താൻ ദൈവപുത്രനാണ് എന്ന് 3.5 കൊല്ലം യേശു സാത്താന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തല്ല അവൻ അത് തെളിയിച്ചത്. പിതാവ് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൂടെ അത് ചെയ്തു കാണിക്കുകയാണ്. സഹോദരങ്ങളെ, കൺഫെഷന്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെയാണ്. ഞാൻ എന്തായിരിക്കുന്നു എന്ന് ദൈവം എന്നോട് പറഞ്ഞു, അത് ഞാൻ വായി തുറന്ന് പ്രസ്താവിക്കുകയും അതിൻ പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് കൺഫെഷന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവിടുന്ന് ദൈവപുത്രനാകുന്നു എന്ന് ഓരോ ദിവസവും അവിടുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വായ്മൊഴികളാലും പ്രസ്താവിച്ചുകൊണ്ടിരുന്നു. അത് ലോകം മുഴുവനും ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും കാണുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നോ അത് നിങ്ങൾ ധൈര്യത്തോടുകൂടെ ഏറ്റുപറയണമെന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങൾ പാപികളല്ല നീതിമാന്മാരാണ് എന്ന് വേദപുസ്തകം നിങ്ങളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? പലപ്പോഴും ലോകം നിങ്ങളോട് പറയും, നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ പാപികളാണ്, ഇനി നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചെയ്ത പഴയ കാലത്തെ പലവിധമായിരിക്കുന്ന തെറ്റുകൾ ഉയർത്തി കാണിച്ച് പൈശാചിക ലോകവും സമൂഹവും നിങ്ങളുടെ കൂടപ്പിറപ്പുകളും നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളും ഉൾപ്പെടെ പലരും നിങ്ങളെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ അപഹസിക്കാനായിട്ട് മുന്നോട്ട് വന്നേക്കാം. പക്ഷെങ്കിൽ വേദപുസ്തകം എന്തുവാ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ പിതാവ് എന്തുവാ നിങ്ങളെക്കുറിച്ച് അഡ്രസ് ചെയ്യുന്നത്? അവിടുത്തെ പുത്രനായ ക്രിസ്തു വഴി നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, പുത്രൻ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് സംശയപ്പെടുന്നത്? ഉറക്കെ അത് പറയണം. ഡിക്ലറേഷൻസ്, കൺഫെഷൻ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ രോഗികളല്ല, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നിങ്ങളെ കുറിച്ച് പറഞ്ഞതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് രോഗികൾ എന്നിങ്ങനെ കൂടെ കൂടെ പറയുന്നത്? എന്തിനാണ്? നിങ്ങളുടെ സൗഖ്യം ദൈവം വരുത്തിയിരിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാൽ, അവിടുത്തെ രക്തത്താൽ നിങ്ങളുടെ രോഗത്തെ അവൻ ഏറ്റെടുത്തിട്ട് അവിടുത്തെ സൗഖ്യത്തെ നിങ്ങളുടെ മേൽ പകർന്നു എന്നാണ് വേദപുസ്തകവും നമ്മുടെ കർത്താവും നമ്മളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ കൂടെ കൂടെ നമ്മൾ എന്തിനാണ് നമ്മൾ രോഗികളാണ് 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 എന്ന് പറയുന്നത്? എന്തിനാണ്? അങ്ങനെ ആരെങ്കിലും പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് മാറ്റി പറയണം. അവിടുത്തെ രക്തത്താൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അവന്റെ രോഗക്കിടക്കകളൊക്കെയും മാറ്റി വിരിക്കും എന്നുള്ളത് വേദപുസ്തകം നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ വഴികളിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്രൈമിയർക്ക് വരുത്തിയ ഒരു ബാധയും നിങ്ങളെ തൊടുകയില്ലെന്ന് പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം പറയുന്ന വാക്ക് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. യേശു അത് പുതിയ നിയമത്തിൽ പ്രൂവ് ചെയ്യുകയാണ്. അവിടുത്തെ രക്തത്താൽ നമുക്ക് രോഗസൗഖ്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. റോമാലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും വാഴട്ടെ എന്നുള്ളത് ഒരു ആശംസാവാചകമാണ്. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി
സമാധാനം പുനഃസ്ഥാപിച്ചു എന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ലഭ്യമായ ഏറ്റവും കരുത്തുറ്റ ഒരു സമാധാനമാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ കൂടെ കൂടെ അയ്യോ എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുന്നത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇത് പിശാച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് എത്ര പേർക്കറിയാം? അവന്റെ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കിക്കാണാതെ ദൈവം നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കണ്ണടയിലൂടെ അവൻ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിലൂടെ നമ്മൾ നോക്കിക്കാണുകയും അത് വായി തുറന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നത് പൈശാചിക ലോകങ്ങളിൽ ജയിക്കുവാനുള്ള ഏറ്റവും വലിയൊരു തന്ത്രമാണ്, ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയാണ്, ഏറ്റവും വലിയൊരു ഉപാധിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. യശയ്യാപ്രവചനം 51 അധ്യായത്തിലോ മറ്റോ ആണ് ഇങ്ങനെ ഒരു വാചകം വായിച്ചിട്ടുണ്ട്: നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും എന്ത് ചെയ്യത്തില്ല, ഫലിക്കത്തില്ല. ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി നിങ്ങളെ തകർത്ത് കളയാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആശങ്കപ്പെട്ടിരിക്കരുത്. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല എന്ന് ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ട്? പിന്നെ എന്തിനാണ് കൂടെ കൂടെ അയ്യോ അവര് വരുന്നേ ഇവര് വരുന്നേ എന്ന് നിലവിളിക്കുന്നത്? എന്തിനാണ്? പ്രൈസ് ലോർഡ്. മറ്റൊരു കാര്യം ഇതിനോടുകൂടെ ചേർത്ത് പറഞ്ഞ് ഞാൻ ആ ചിന്തകൾ അവസാനിപ്പിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നീണ്ടുപോകത്തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ് സാമ്പത്തിക ക്രൈസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവമോ, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ടും തീർത്ത് തരുമെന്നുള്ളതാണ്. നമ്മൾ കാണാതെ പഠിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. അവൻ നിന്റെ പ്രവൃത്തികളൊക്കെയും സാധിപ്പിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ളതാണ്. എന്താണോ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്, നമ്മുടെ വരുമാനത്തിന്, നമ്മുടെ മുന്നേറ്റങ്ങൾക്കും, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കുന്ന ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്നുള്ള രീതിയിൽ എന്റെ പ്രവൃത്തി അതാണ്. നിങ്ങൾ കേൾവിക്കാർ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണോ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി, ആ ഓഫീസ്, ആ ബിസിനസ് എന്തുമായിക്കൊള്ളട്ടെ, അത് സാധ്യമാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു സ്രോതസ്, അതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒരു ഇടമെന്ന് പറയുന്നത്. അത് നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആവർത്തിച്ച് പറയണമെന്നുള്ളതാണ് കാര്യം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ച സങ്കീർത്തനത്തിലുള്ള ഒരു വാക്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവിക അനുഗ്രഹം, ദൈവിക നന്മകൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. എലീശയുടെ അടുക്കൽ ഒരിക്കൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വേണമെങ്കിൽ ഔട്ട് ഓഫ് നത്തിങ്ങിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കടബാധ്യത തീർക്കാൻ ദൈവത്തിന് കഴിയും. ഈവൻ എലീശയ്ക്ക് പോലും അതിനുള്ള കഴിവുണ്ട്. അവൻ അപ്പം പോലും വർദ്ധിപ്പിച്ച ഒരു മനുഷ്യനാണ്. യേശുക്രിസ്തു ചെയ്ത, പുതിയ നിമിത്തത്തിൽ ചെയ്തിരിക്കുന്ന ഒരു അത്ഭുതം പഴയ നിമിത്തത്തിൽ ചെയ്തു കാണിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ വലിയ പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിച്ചത്, കുഞ്ഞെ നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അന്നേരം ആ സ്ത്രീ പറഞ്ഞത്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ തന്നെ അവളോട് പറയുകയാണ്, വെറും പാത്രങ്ങൾ കടം വാങ്ങിച്ച് ഈ എണ്ണ അതിലേക്ക് പകരുക, പാത്രങ്ങൾ കുറഞ്ഞു പോകരുത് എന്നും കൂടെ പ്രവാചകൻ അവളോട് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ കയ്യിലുള്ളതിനെയാണ് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടായത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്നേഹത്തോടുകൂടെ പറയുന്നു, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സാമ്പത്തിക ക്രൈസിസും, ഏതൊരു വെല്ലുവിളിയും, ആ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിന്റെ മഹത്വത്തിന് എത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരാൻ കഴിയുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക മേഖലകളിൽ പരാധീനതകൾ അനുഭവിക്കുന്നവർ ഈ വാചകങ്ങൾ ഏറ്റുപറയണം, എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. പഴയ നിയമത്തിൽ 28-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകത്തിലുള്ള വാക്യമാണ്. നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും, നിന്റെ കലത്തിലെ മാവും നിന്റെ ഭരണിയിലെ എണ്ണയും അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ അത് വായി തുറന്ന് ഏറ്റുപറയുക എന്നുള്ളതാണ്. പിശാച് നിന്റെ മുമ്പിൽ വെക്കുന്ന ദാരിദ്ര്യത്തെ അല്ല, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സമ്പന്നതയെ വായി തുറന്ന് കൽപ്പിക്കുക, വായി തുറന്ന് പറയുക എന്നുള്ളതാണ്. ഡിക്ലറേഷൻ, കൺഫെഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആ കൺഫെഷൻ ആരംഭിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട നാളിൽ റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്. അവിടെ മുതലാണ് നമ്മുടെ കൺഫെഷൻ ആരംഭിക്കുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മൾ നമ്മുടെ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത്, വായി കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നത് മുതൽ നമ്മുടെ മരണപര്യന്തം വരെ ആ കൺഫെഷൻ ഇങ്ങനെ തുടരുകയാണ്. ഓരോ ദിവസം കൺഫസ് ചെയ്യാൻ ഈ പുസ്തകത്തിനകത്ത് നിന്ന് കണ്ടെത്തുക, അത് ആവർത്തിച്ച് പറയുക. അങ്ങനെ നമുക്ക് പൈശാചിക ശക്തികളെ ജയിക്കുവാനും പിശാചി നമ്മുടെ മുമ്പിൽ വെക്കുന്ന സ്ട്രാറ്റജികളെ പൊളിച്ചു കളയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഏറ്റുപറച്ചിലിന്റെ ശക്തി ചെറുതല്ല. ധൈര്യത്തോടു കൂടെ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.